ആരാ നോക്കിയ വണ്ടി ഓടിക്കണേ? പ്രശസ്ത എഴുത്തുകാരൻ, മ്യൂസിക് ഡയറക്ടർ അക്ബർ പട്ടാക്ക്. നമ്മുടെ ഇനിയെന്ന് കാണും പെണ്ണെന്ന പാട്ടിന്റെ ലിറിക്സ് മ്യൂസിക് ഇനി ഇറങ്ങാൻ പോകുന്ന നോക്കി നിന്ന് പുതുപ്പിച്ച് പെണ്ണുന്ന ഒരു സൂഫി സ്റ്റൈലിലുള്ള ഒരു സോങ്, വെഡിങ് സോങ്, ഗംഭീര സോങ് ആട്ടാ. അപ്പൊ ഞങ്ങൾ പുതിയ സോങ് ചെയ്യാൻ പോവാണ്. ആള് നമ്മളോട് അവിടുന്ന് പോസ്റ്റ് ആക്കിയിട്ട് ഒറ്റക്ക് പോയിരുന്ന് ചായ അടിച്ചിട്ടാണ് ഈ വണ്ടി ഓടിച്ച് പോകുന്നത് കേട്ടോ. ഇപ്പോഴും ആ സ്വഭാവം മാറ്റിയിട്ടില്ല. സംഭവം നല്ല പാട്ട് എഴുതും, മ്യൂസിക്കൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ കുറെ ഉനിഷ്ഠ സ്വഭാവങ്ങളുണ്ട്. എന്തായാലും ഞങ്ങൾ പോണത് എവിടേക്കാണ്? നമ്മുടെ നിഖിൽ പ്രഭ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഞങ്ങളിത് അങ്ങനെ ചങ്ങരംകുളത്തേക്ക് പോയിട്ടിരിക്കണം. എരമംഗലം റോഡാണ് ഇത്. എരമംഗലം റോഡാണ്. എരമംഗലത്തേക്ക് ചങ്ങരംകുളത്തേക്കുള്ള റോഡാണ്. സംസാരത്തിന്റെ ഇടയിൽ ഞങ്ങൾ യുദ്ധത്തിന്റെ കാര്യങ്ങളിലേക്ക് കടന്ന് ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിനെ കുറിച്ചാണ് അക്ബറിന്റെ ചർച്ച. ഇത്രയും ചർച്ച ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിന്റെ സുരക്ഷ ആ ഒരു പ്രശ്നത്തിലേക്ക് കയറി, എന്താ പറയാ, അമേരിക്ക ഇസ്രായേലും കാണിക്കുന്ന അധിനിവേശത്തിനെ നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അക്ബറിന്റെ ഹെൽമെറ്റ് ശ്രദ്ധിച്ചൊക്കെ സ്വന്തം തലയുടെ സുരക്ഷ എന്ന രീതിയിൽ ഒരു ഫ്രണ്ടിലൊന്നുമില്ല. പറയുമ്പോൾ എൻ്റെ ഹെൽമെറ്റിനും ഇല്ല. എൻ്റെ ഹെൽമെറ്റ് ഓൾറെഡി ഇങ്ങനെയാണ്. പക്ഷേ ഈ ഹെൽമെറ്റിന്റെ ഗ്ലാസ് അവിടെ പോയി. ഇതിന്റെ ഗ്ലാസ് അവിടെ പോയി. ഉറക്കനെ പറയും. ഇതിന്റെ ഗ്ലാസ് കാക്കു കൊത്തിക്കൊണ്ടായത് ഈ വർഷത്തെ ഏറ്റവും വലിയ ചളി. മനോഹരമായിട്ടുള്ളൊരു സ്ഥലം നരടിപ്പുഴയാണ് കേട്ടോ. നരടിപ്പുഴ നല്ല ഭംഗിയുള്ള സ്ഥലം. ചെക്കർക്ക് സംഗതി ഒന്നും അറിയില്ല. അപ്പം എന്നെ വിളിച്ച് കൊടുന്നിക്കണം. ചെക്കനക്ക് റെക്കോർഡിങ് ഉണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ മോശമായിട്ടാണ് പാടുന്നത്. അതൊക്കെ ഞാൻ തന്നെ ശരിയാക്കി കൊടുക്കണം. ഇത് ഈ സ്ഥലം നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എരമംഗലത്ത് നിന്ന് ചങ്ങരംകുളം പോകുന്നിടത്ത് ഒരു ചെറിയ സ്പോട്ട് സെറ്റ് ചെയ്തിരിക്കുക. ആദ്യം ഇവിടെ ഈ മരത്തിൻ്റെ ചോട്ടിൽ ചെറിയൊരു തട്ടുകിടക്ക ഉണ്ടാവും. ഇപ്പോൾ ഇവർ ഇങ്ങോട്ട് കല്ലിട്ടിട്ട് സെറ്റാക്കിയിട്ട് ഇവിടെ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സ്പോട്ടാക്കിയിരിക്കണം. നല്ലൊരു വൈബുണ്ട്, നല്ല തണൽമാരാണ്. പിന്നെ ഞങ്ങളവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. നോക്കുമ്പോൾ അവിടെ മീൻകറി ആയിട്ടില്ല. വീട്ടിൽ മീൻകറി ഓൾറെഡി ഉണ്ട്. മീൻകറി കഴിച്ച് പോകാൻ തന്നെ. പക്ഷേ നമ്മൾ അക്ബറും കൂടി ചായ കുടിക്കില്ല. അങ്ങനെ രണ്ടാളും കൂടി ഒരുമിച്ച് ഇവിടുന്ന് ഒരു പൊറാട്ടയും മീൻകറിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിർത്തിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം കാണിക്കണമെന്ന് വിചാരിച്ചു. നല്ല രസമാണ്. പിന്നെ ഈ ബാഗ്, ഇതിൽ പണമാണ്, പണം. അക്ബറാണ് ഈ പാട്ടിൻ്റെ പ്രൊഡ്യൂസർ. ഇതിൽ നിറച്ചും പണമാണ്. അക്ബർ പൈസ വാങ്ങിയിട്ട് തിരിച്ചു വയ്ക്കാനുള്ളവരൊന്നും വരണ്ട. ഇത് ഞങ്ങൾ കുറെ കാലമായിട്ട് എടുത്തു വെച്ച പടമാണ് അക്ബർ. ഓക്കെ, അക്ബർ പട്ടാക്ക് ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. അക്ബർ എൻ്റെ ഫീൽഡിൽ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. കാരണം ഞാൻ ആദ്യം മിമിക്രിയും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെറുതായിട്ട് അത് നിർത്തി. അങ്ങനെ രണ്ടാമതിരിക്കുമ്പോഴാണ് അക്ബർ സ്ഥിരമായിട്ട് പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അവരൊരു കാസറ്റൊക്കെ മയിൽപ്പീലി എന്നിട്ട് അക്ബർ, ഷെഫീഖ്, റൌഫ് കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് എന്നോട് പറഞ്ഞത്, നീ വായോ നമുക്ക് ഇങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്യാം, അനക്കൊരു സമ്മാനം ഉണ്ട് എന്നിട്ടാണ് എനിക്ക് ഫസ്റ്റത്തെ സോങ് ആയിരുന്നേ ഇനി എന്ന് കാണുമ്പോഴല്ലേ. ആ ഫസ്റ്റ് സോങ് ഇങ്ങനെയാണ്: ഇനി എന്ന് കാണും പെണ്ണെ മനമേറെ തന്നവളെ മധുരിക്കുമോർമകളാലേ ദിനമേറെ നൽകി നീ ഓർക്കുമോ ആ കാലം കേൾക്കുമോ ഈ ഗാനം കൊതിയോടെ ഞാനും തേങ്ങിടുന്നു. ഈ ഗാനാണ് നമുക്ക് തന്നത്. അതേപോലെ തന്നെ പറയാനൊരു പ്രണയം എന്നൊരു മനോഹരമായിട്ടുള്ള ഗാനുണ്ട്. സലീം കോടത്തൂര് ആലപിച്ച പറയാനൊരു പ്രണയം അങ്ങനെ തുടങ്ങുന്നൊരു ഗാനുണ്ട്. അപ്പോൾ ആ ഒരു കാസറ്റിൻ്റെ പേര് പാവം പാട്ടുകാരൻ നിർന്നു. നമ്മുടെ ഫസ്റ്റത്തെ ആൽബം. അതിൻ്റെ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും കൂടി ഇറക്കിയൊരു ആൽബമാണ്. ഒരുപാട് സോഷ്യൽ മീഡിയ അതുപോലെ ഇത്രയും സോഷ്യൽ മീഡിയ സജീവമല്ലാത്തൊരു സമയത്ത് കാസറ്റും കോളർ ട്യൂണും യൂട്യൂബ് വീഡിയോസൊക്കെ നിറഞ്ഞു നിന്നിരുന്നൊരു കാലത്ത് ഒരു പാട്ട് പാടണം എന്നുള്ള വലിയ ആഗ്രഹം വെച്ചിട്ട് ഇവിടെ ഒരുപാട് മീഡിയകളുണ്ട്. പക്ഷേ അവരൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് അവസരം തരില്ല. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ ഒരു സമയത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സിംഗേഴ്സിനെ പിടിച്ചിട്ടാണ് അവർ കാസറ്റ് ഇറക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറേ സുഹൃത്തുക്കളായിട്ട് അന്ന് ബന്ധങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ സ്വന്തമായിട്ടൊരു കാസറ്റ് ഇറക്കിയിട്ട് ഗാനങ്ങൾ പുറത്ത് കാണിച്ചതിന് ശേഷം നമുക്കെല്ലാവരും നമ്മളെ വിളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ആ ഒരു കാസറ്റ് പാവം പാട്ടുകാരൻ എന്ന കാസറ്റ് ഇറക്കണം. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഒന്ന് ഞാനാണ്. നമ്മളന്ന് വർക്കിനൊക്കെ പോയിരിക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ച് സ്വരുക്കൂട്ടി വെച്ച പൈസയാണ് അതിലൊന്ന്. ഒരു ഭാഗം അങ്ങനെയാണ്. പിന്നെ ഒരു സുഹൃത്ത് ബുർഷാദ് ഞങ്ങളുടെ നാട്ടുകാരൻ, ഞങ്ങളുടെ സുഹൃത്ത്, ഞങ്ങളുടെ ഇക്ക ബുർഷാദൊക്കെയാണ് ആ ഒരു കാസറ്റിൻ്റെ ഒരു തുടക്കത്തിന് വേണ്ടിയില്ല കുറേ ഫസ്റ്റ് ഒരു എമൗണ്ട് നമുക്ക് നമ്മുടെ കൂടെ ചേർന്നിട്ട് നമുക്ക് തന്നത്. അതേപോലെ തന്നെ പിന്നെ എൻ്റെ സുഹൃത്ത് റാഫി കുമരനല്ലൂർ പട്ടുമാലിൽ കയറിയ സമയത്ത്, ഞാൻ പട്ടുമാൽ പാടുന്ന ആ സമയത്താണ് നമ്മുടെ
പരിചയപ്പെട്ടത്. പിന്നെ അവൻ ആ കാസ്റ്റിൻ്റെ ഒരു ഭാഗമായി, വലിയൊരു ഭാഗമായി. അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ഇന്നും ഞങ്ങൾ ഒരുമിച്ച്, ഇവരെല്ലാവരും ഞങ്ങളിവിടെ ഒരുമിച്ച് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രസം. അതെന്നും ഉണ്ടാവും, ഇൻഷാ അല്ലാഹ് മരണം വരെ ഉണ്ടാവും. നമ്മുടെ മുജീബ് പാലപ്പെട്ടി, എൻ്റെ പ്രിയ സുഹൃത്ത്, കളിക്കൂട്ടുകാരൻ മുജീബ് പാലപ്പെട്ടി അതിൻ്റെ ഒരു ഭാഗമായിരുന്നു, പ്രൊഡ്യൂസറായിരുന്നു. പിന്നെ അതിൻ്റെ സോങ്സ് വീഡിയോസ് ആക്കിയപ്പോൾ ഗഫൂർ ചാലിൽ അദ്ദേഹം ഇപ്പോൾ ചെറിയൊരു അസുഖമായിട്ട് വിശ്രമത്തിലാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അസുഖം മാറട്ടെ ഗഫൂർ ചാലിൽ. അതേപോലെ തന്നെ നമ്മുടെ ഷെഫീക്ക് പെരുമാവൂർ സിംഗറാണ്. ആളിപ്പോൾ യു കെയിലാണ്. ആള് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ ആ ഒരു കാസ്റ്റിനെ കുറിച്ച് നമ്മൾ ഓർത്ത് പോവാണ്. കുറേ കാലത്തിന് ശേഷം അക്ബർ നമ്മുടെ ലിറിക്സ് മ്യൂസിക് ചെയ്തൊരു കിഡിലെ സോങ് വരുന്നുണ്ട്. 6 കൊല്ലം മുന്നേ അക്ബർ മ്യൂസിക് ചെയ്തൊരു സോങ്ങാണ്. 6-7 കൊല്ലമായിട്ടുണ്ടോ അക്ബർ, അതിന് മുകളിലായിട്ടുണ്ടോ. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു സോങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമുണ്ട്. ആ ഒരു സോങ് ഈ വർഷം തന്നെ നമ്മൾ ഇറക്കും. അതൊരു സൂപ്പി റൊമാൻറ്റിക് എല്ലാം മിക്സ് ചെയ്തൊരു ഗംഭീര സാധനമാണ്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു സോങ്ങാണ്. വൈകാതെ തന്നെ ആ ഒരു സോങ് നമ്മുടെ ഷിഹാബ് പാലപ്പെട്ടി എന്ന നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ചേട്ടാ പൊറാട്ടയ്ക്ക് മീൻകറി എന്നായിട്ടാ, ഓരോ പൊറാട്ടയും മീൻകറിയും. ബീഫ് വേണം, ബീഫ് ഒന്ന് ട്രൈ ചെയ്താലോ? ചെലവൻ്റെ വകല്ലേ? നമ്മുടെ ഒരു ഇക്കാനെ ഇവിടെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് കണ്ടാണ്. എവിടേക്കാ പോണേ? പാറമിൽക്ക്. ഓക്കെ കടാ മുംബൈക്കട. സന്തോഷം, മുംബൈക്കാടുള്ള സ്നേഹമാണത്. ഓക്കെ, അങ്ങനെ നമ്മുടെ നിഖിലേട്ടൻ്റെ നമ്മുടെ സ്റ്റുഡിയോ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയ വീടുകളാണ് ഇതുവരെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. മറൂഷ് ഹോട്ടലിൻ്റെ, പഴയ മറൂഷ് ഹോട്ടലിൻ്റെ പിന്നിലാണ് ചങ്ങരംകുളത്ത്. ഇവിടെയാണ് നമ്മുടെ നിഖിൽ പ്രഭ, നമ്മുടെ സ്വന്തം നമ്മുടെ മാസ്റ്റർ നിഖിലേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിഖിലേട്ടനെ വന്നിട്ട് പറയാം. നിഖിലേട്ടനെ നിങ്ങൾ പല സോഷ്യൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ഗാനങ്ങളും മ്യൂസിക് ചെയ്ത, ഫിലിം മ്യൂസിക് ചെയ്ത പ്രിയ സുഹൃത്താണ്. ഞങ്ങൾ ഒരുപാട് വർഷത്തെ ബന്ധമാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന ഈ ചെറിയ മനുഷ്യനാണ് എനിക്ക് നിഖിൽ പ്രഭ എന്ന് പറയുന്ന നമ്മുടെ പ്രിയ സുഹൃത്തിനെ, ആ പ്രതിഭയെ പരിചയപ്പെടുത്തി തന്നത്. കരീം അമനാണ് അക്ബറിനെ പരിചയപ്പെടുത്തി തന്നത്. അക്ബറാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇവിടുന്ന് ഞങ്ങൾ നിഖിലേട്ടനായിട്ട് ഫസ്റ്റ് സോങ് ചെയ്യണതിൻ്റെ ഞാൻ വരി എഴുതി മ്യൂസിക് ചെയ്താ അറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി, കഴിയില്ല നിന്നെ മറക്കാൻ. ഈ ഗാനാണ് ആദ്യം ഞങ്ങൾ നിഖിലേട്ടനോട് ഓർക്കസ്ട്ര ചെയ്യാൻ വേണ്ടി വരുന്നത്, പാടാൻ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പരിചയങ്ങളായി. നിഖിലേട്ടൻ്റെ അടുത്ത് ഇനി എന്ന് കാണുമ്പോഴേ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ആദ്യം ഇനി എന്ന് കാണുമ്പോഴാണല്ലേ, ആദ്യം ഇനി എന്ന് കാണുമ്പോഴേ. പിന്നെ അറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. പിന്നെ നിഖിലേട്ടൻ്റെ മ്യൂസിക്കിൽ കുറേ പാട്ടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഗാസയിൽ അന്ന് യുദ്ധം നടക്കുന്ന വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ ഇസ്രായേൽ കുറേ വർഷമായാലോ തുടങ്ങിയിട്ട്, അപ്പം അന്ന് ഇതുപോലെ യുദ്ധം നടക്കുന്ന സമയത്ത് ഞാൻ വരി എഴുതിയിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു നിഖിലേട്ടൻ മ്യൂസിക്കിൽ. അല്ലാ നീ കാണുന്നില്ലേ, അല്ലാ നീ കാണുന്നില്ലേ, ഈ തേങ്ങലൊന്നും അറിയുന്നില്ലേ, അല്ലാ കുഞ്ഞു കുരുന്നുകളോ മനകൾ തൻ ജീവൻ കൊയ്തെടുക്കുന്നു ജൂതൻ, കാവാലികരവരെന്തിനു വേണ്ടി നരാധന്മാരവർ. ഫ്രീ ഗാസ, ഫ്രീ ഗാസ, ഫ്രീ ഗാസ, ഫ്രീ ഗാസ. ഇതെനിക്ക് രട്ടൻ മ്യൂസിക് ചെയ്ത വരി നോക്കണ്ട, വരി ഞാൻ എഴുതിയത് ഒരു കഥ എഴുതുന്ന പോലെയാണ് ഞാൻ വരി എഴുതിയത്. എനിക്ക് വരി എഴുതാനുള്ള അത്ര വലിയ കഴിവൊന്നുമില്ല. അപ്പം അങ്ങനെ അത് നിഖിലേട്ടൻ ഇങ്ങനെ ഒരു മ്യൂസിക് ആക്കി. ഇത് വേറെ ട്യൂണായിട്ടാണ് ഞാൻ വന്നത്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ വെഡിങ്, ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിക്ക് വെണ്ണിലാവിതേറുന്നേ എന്നിൽ ചിരി, അങ്ങനെ സോങ് എനിക്ക് ആദ്യ വെഡിങ് ആനിവേഴ്സറിക്ക് വൈഫിന് ഒരു സോങ്ങാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത്. പിന്നെ ഞാൻ കുറേ പാട്ടുകൾ. മരണമേ നീ എൻ്റെ അരികിൽ വരും മുമ്പ് റൗദയിൽ ചെന്നിടണം, തിരുദൂതച്ചാരത്ത് നിന്നു കൊണ്ടതോടെ ഒരു സലാം ചൊന്നിടണം, അതിനെന്റെ ഹൃദയം പിടഞ്ഞിടുന്നു, അതിനെന്റെ കനവും കൊതിച്ചിടുന്നു, വഴി നീ തുറന്നിടണേ,
റഹ്മാനെ വിളി കേൾക്കണേ. ഇത് നിഖിലേട്ടൻ മ്യൂസിക്, ഇതാണ് ലിറിക്സ് റഫീഖോങ്ങാണ്. പിന്നെ നമ്മുടെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് ഒരു സോങ് നമ്മൾ ട്രിബ്യൂട്ടായിട്ട് ചെയ്തു. അത് ഇങ്ങനെയായിരുന്നു, ഒരു വെള്ളിത്തിര വാഴും മണ്ണിലെ താര സൂര്യനോ, അങ്ങനെ തുടങ്ങുന്നത് നല്ല രസമുള്ള ഒരു പാട്ടാണ്. പിന്നെ നമ്മുടെ അഷ്കർ കട്ട് ഷോട്ട്, നമ്മുടെ പ്രിയ സുഹൃത്ത് അഷ്കർ ബിൻ ബാവയുടെ ചാനലിന് വേണ്ടിയിട്ട് മറ്റേ രാമഴയായി നീ വരുവാനായി ഫൈസൽക്കാണ് എഴുതിയത്. ഈ സോങ്ങൊക്കെ പല പിച്ചിൽ ഇപ്പോൾ ഒറ്റ ഇരിപ്പിൽ നമ്മൾ ശ്രുതിയൊന്നും ഇല്ലാണ്ട് പിച്ചിൽ പാടില്ല, അതിന് കുറവുണ്ടാവും. അങ്ങനെ കുറെ പാട്ടുകൾ നിഖിലേട്ടന്റെ പാടാം. അതുകൂടാതെ നിഖിലേട്ടന്റെ വൈഫ് എഴുതിയിട്ട് നിഖിലേട്ടൻ മ്യൂസിക് ചെയ്ത ഒരു സോങ്ങിൽ ഇറങ്ങിയിട്ടില്ല, അത് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ചങ്ങരംകുളത്തുള്ള ചെമ്പേട്ടുണ്ട്, സർവത്തിട്ടാണ്, ഭയങ്കര ഫേമസ് ആയിരുന്നു. ചങ്ങരംകുളത്ത് ചെമ്പന്റെ സർവത്ത് ഐസ് കട്ടാ പൊളിച്ചതിട്ട് നട്ടാറുച്ചക്ക് എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അതിങ്ങനെ പാടുമ്പോൾ ഒരു ഈമൊന്നുമില്ല കേട്ടോ, കാരണം നല്ല രൂപം ഒക്കെ ഉള്ള ഒരു വൈബ് സാധനമായിരുന്നു. അത് നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഈ ഒരു സ്ഥലം വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഓർമ്മകൾ വന്ന് ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ പാട്ട് അതൊരു ഗംഭീര സാധനമാണ്. ഇൻഷാ അള്ളാ നമ്മളായിട്ട് അതിനെ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല, ഞങ്ങൾക്ക് നന്നായി തോന്നി. നിങ്ങൾ കണ്ടാലാണ്, പാട്ടിറങ്ങുമ്പോഴാണ്, അഭിപ്രായം കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ. അതുകൂടാണ്ട് അക്ബറിന്റെ ലിറിക്സ് മ്യൂസിക്കിന്റെ പുതിയൊരു സോങ് കൂടി വരുന്നുണ്ട്. അക്ബർ തന്നെയാണ് പാടുന്നത്. അക്ബർ പാടണില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ പാടാം, തോന്നില്ല. ഞങ്ങൾ നിഖിലേട്ടൻ വന്നിട്ട് നിഖിലേട്ടനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങള് നേരെ വർക്കിൽ കയറി. ഇപ്പൊ ഞങ്ങള് കുറച്ചേരം വർക്കിലിരുന്ന് ഞങ്ങള്, ഇതാണ് നമ്മുടെ നിഖിൽ പ്രഭ ചേട്ടൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ നിഖിലേട്ടൻ്റെ അടുത്താണ് വർക്ക് ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നത്. നേരത്തെ ഞങ്ങൾ പിന്നെ നേരെ വർക്കിന് കയറി, പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കാദർഖാന്റെ ചായക്കടയൊക്കെ എത്തിക്കണം. നിഖിലേട്ട നമുക്ക് ഫുഡ് അടിക്കണം. അക്ബറാണ് നമ്മളെ ഇന്നത്തെ അമീർ. അങ്ങനെ ഞങ്ങൾ CM-ന്ന് ഞങ്ങൾ കാദർഖാന്റെ ചായക്കടന്ന് ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ അവിടുന്ന് നേരെ ഞങ്ങൾ ഉദ്ദേശിച്ച ഫുഡ് വൈകിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ CM-ൽ വന്ന് ഞങ്ങൾ കുട്ടൻ ബിരിയാണി, അടിപൊളി കുട്ടൻ ബിരിയാണി കഴിച്ച് ഞങ്ങൾ വീണ്ടും സ്റ്റുഡിയോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയാ എങ്ങനെയുണ്ട് ഫുഡ്? ആരാണ്ട് നന്നായി ഉഷാറായിട്ട് പറയും അല്ലേ നീലേട്ടാ? ഉഷാറാവണത് ഉഷാറായിന്നാണോ? ഞങ്ങൾ സോങ്ങിന്റെ പകുതി ആക്കി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയത്. കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും സോങ്ങിന്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ. നിഖിലേട്ടന് അതിൻ്റെതായിട്ടുള്ള മ്യൂസിക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓർക്കസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലായിട്ടുണ്ട്, ട്യൂണെല്ലാം ഫൈനലായിട്ടുണ്ട്. അടുത്ത് തന്നെ പാടും. ഒരു 2-3 ദിവസത്തിന് ശേഷമാണ് ഞാൻ പാടുക. ഫ്രീയിലൊരു ദിവസം നിഖിലേട്ടൻ വരാൻ പറഞ്ഞു. അക്ബറിത പാട്ടതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ സുഖമായിട്ട് ബിരിയാണി കഴിച്ചതിൻ്റെ ആ ഒരു മട്ടിപ്പിൽ കിടന്നുറങ്ങാണ്. അതുപോലെ നിഖിലേട്ടൻ്റെ സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ചുമരുമ്മലും വളരെ മനോഹരമായിട്ട് നമ്മുടെ ബുദ്ധൻ്റെ ഒരു ചിത്രം വരച്ച് വെച്ചിരിക്കുന്നത് കാണാം. വളരെ മനോഹരമായിട്ടുണ്ട് വൈറ്റിൽ. അതുപോലെ തന്നെ ബുദ്ധൻ്റെ ഒരുപാട് പ്രതിമകൾ ഇവിടെ ഷോക്കേസിലുണ്ട്. അപ്പോൾ ഞങ്ങളെ സോങ്സൊക്കെ ഏകദേശം സെറ്റായി. ഇനി പാടാൻ വേറൊരു ദിവസം വരും അല്ലേ നിഖിലേട്ടാ? അപ്പോൾ നിഖിലേട്ടാ നമ്മൾ എത്ര വർഷമായി ഏകദേശം നമ്മുടെ ഈ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തിട്ട്? 2011-2012 മുന്നാണ്, അതിന്റെ മുന്നാണ്. കാരണം നമ്മുടെ അക്ബറാണ് എന്നെ നിഖിലേട്ടന്റെ അടുത്ത് കൊണ്ടുവരുന്നത്. കരീമാണ് അക്ബറിനെ പരിചയപ്പെടുത്തുന്നത്. എത്രയോ 2012 ശേഷമാണ്. 11-12 ഞാൻ ഫീൽഡിൽ ഇറങ്ങണേ. 12, 13, 14 കാലഘട്ടങ്ങളിൽ അക്ബറിന്റെ ഉണ്ട്. അതെ അതെ അതെ, ഇത്രയും വർഷമായിട്ടുള്ള ഞങ്ങൾ ബന്ധമാണ്. ഇപ്പൊ നിഖിലേട്ടന്റെ എൻ്റെ ഒരു സോങ് അക്ബർ എഴുതിയ ഇനി എന്ന് കാണുമ്പോൾ എന്നുള്ള സോങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ വരുന്നത്. പിന്നെ ഞാൻ ട്യൂൺ ചെയ്ത് അറിയാതെ പിന്നെ നിഖിലേട്ടൻ്റെ കുറേ പാട്ടുകൾ എനിക്ക് പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുറേ സോങ്സ് മ്യൂസിക് ഉണ്ട്. കൂടാതെ ചങ്ങരംകുളത്തുള്ള സോങ് നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ബന്ധം അങ്ങനെ നല്ല രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നിഖിലേട്ടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിലും ഇന്ന് ഒരുപാട് ഷോകളൊക്കെ ആയിട്ട്, ഒരുപാട് സോങ്സുകൾ, ഫിലിമൊക്കെ ആയിട്ട് അല്ലേ? 19-ാം വയസ്സിലല്ലേ ഫസ്റ്റ് ഫിലിം ഇത്? 19-ാം വയസ്സിൽ. ദാസേട്ടനെ പഠിപ്പിക്കുന്ന എത്രാം വയസ്സിലാണ്? 24-ാം വയസ്സിൽ ദാസേട്ടൻ, അതുപോലെ ചിത്രചേച്ചി, ജാസിബ് സാറ്, ജയചന്ദ്രൻ സാറ്, ഇവരൊക്കെ ഇത്രയും പാടിപ്പിക്കാൻ കഴിഞ്ഞ ഒരുപാട് നല്ല ഗാനങ്ങളിൽ ഒരു സോങ് അവാർഡിന്റെ ഒരു അവസാന റൗണ്ട് വരണ്ടായിരുന്നു. എന്തായാലും ആ പ്രതിഭയുടെ കൂടെ ഞങ്ങൾക്ക് ഇത്രയും വർഷം കൊണ്ടുപോകാൻ വളരെ സന്തോഷം. ഇനിയും ഒരുപാട് സോങ്സുകൾ വരും. റഹ്മാൻ സാറിന്റെ കൂടെ സ്റ്റേജിൽ അതിനെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണത്. യൂസഫ് ഖാ നിങ്ങളെ ഗ്ലാമർ ആയിട്ടുണ്ട്. യൂസഫ് ഖായുടെ ബ്രാൻഡാണ് ഇതാ ഡിലക്സ് ചായ, കണ്ടല്ലേ? ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം യൂസഫ് ഖാന്റെ ചായക്കട. ഇതാണ് മുതല്. എന്തായാലും നമുക്ക് ആ ഡിലക്സ് തന്നെ ആയിക്കോട്ടെ അല്ലേ നിഖിലേട്ടാ? നിനക്കെന്താ വേണ്ടി? ഡിലക്സ് ചായ. അക്ബറിന് മധുര അടുത്തൊരു ഡിലക്സ് ചായ. എനിക്കും മീഡിയം. ആ സുഖമല്ലേ? എന്നിട്ട്
ഉഷാറല്ലേ? വാവ്, പൊളിച്ച്. എന്തായാലും നിങ്ങളെ തൂവള്ള മനസ്സ് പോലെ തന്നെയാണ് നിങ്ങളെ മുഖം. ഉഷാർ. നമ്മുടെ ഡീലക്സ് ചായ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ കുറെ പേര് എത്തിയിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പുട്ട് ഫ്രഷാണ്, സ്പെഷ്യലാണ് അത്. അണ്ടിപ്പുട്ട് നമ്മളെ അണ്ടിപ്പുട്ട് അണ്ടിപ്പുട്ട്. അപ്പൊ ഒരു ടാറ്റ, ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് വന്ന് നേരെ നമ്മുടെ ഡിലക്സ് ചായ, നമ്മുടെ കട പേരെന്താണ്? യൂസഫ് ഖാന്റെ ഡിലക്സ് ചായയും കുടിച്ചിട്ട് പോയോണ്ടിരിക്കാണ്. ഇന്നിപ്പോ ഏകദേശം ഞങ്ങളെ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ സോങ്ങിന്റെ മുഴുവനായിട്ടുള്ള പണി 2-3 ദിവസങ്ങൾക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ പാടും. അപ്പൊ എല്ലാവരോടും ചങ്ങരംകുളം എടപ്പാൾ റൂട്ടിൽ നിന്നും ബൈ.